Hello friends, welcome to the channel. Now, we will see Yes Bank in the BYOC credit card. We actually approve BYOC is build your own credit card. We customize credit card. BYOC credit card. Now, full features and some actually recently actually Yes Bank in the BYOC credit card apply prosperity credit card. BYOC card. Actually monthly charge. നമ്മുടെ പേടിഎമ്മിന്റെ കുറച്ച് കൊല്ലം മുമ്പ് ഒരു കാർഡ് ഇറക്കിയാണ് നമുക്ക് ആനുവൽ ഫീസിന് പകരം മന്ത്ലി ചാർജ് ആയിരിക്കും. ഇതിന് നമുക്ക് 49 രൂപയുടെ മന്ത്ലി ചാർജ് ആണ് വരുന്നത്. പിന്നെ നമുക്ക് വേണമെങ്കിൽ മെറ്റൽ കാർഡ് കൊടുക്കാം. മെറ്റൽ കാർഡ് നമുക്ക് ഓപ്ഷൻ അവൈലബിൾ ആണ്. പക്ഷേ അതിന് 3500 രൂപ നമ്മൾ കൊടുക്കണം. ഇനീഷ്യൽ പേയ്മെന്റ് ആയിട്ട് നമ്മൾ കൊടുക്കണം. അപ്പോൾ മെറ്റൽ കാർഡിന് വേണ്ടി നമ്മൾ ചുമ്മാ 3500 രൂപ കൊടുക്കണ്ടല്ലോ സ്പെൻഡ് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ നോർമൽ കാർഡ് മാത്രമേ എടുത്തുള്ളൂ. പിന്നെ വേറൊരു വേരിയന്റ് കൂടെ ഉണ്ട്, ഇക്കോ ഫ്രണ്ട്ലി വേരിയന്റ് ഉണ്ട്. അതിന് 250 രൂപ കൊടുക്കണം. നമ്മൾ സാധാ സാധനം കൊടുത്തുള്ളൂ, അതിന് എക്സ്ട്രാ ചാർജുകളൊന്നുമില്ല. അപ്പോൾ ഇത് നമുക്ക് 49 രൂപ പെർ മന്ത് നമുക്ക് അതിൻ്റെ ആനുവൽ ഫീസും റിന്യൂവൽ ഫീസും വരും, ജോയിനിങ് ഫീസും വരുന്നുണ്ട്, ആനുവൽ ഫീസും വരുന്നുണ്ട്. 49 രൂപ വെച്ചിട്ടാണ് പെർ മന്ത് വരിക. അപ്പോൾ ഓൾമോസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ഒരു 550 ആ റേഞ്ചിലൊക്കെ നമുക്ക് ആനുവൽ ഫീസായിട്ട് കണക്കൂട്ടാം. നമുക്കതിൽ വേണമെങ്കിൽ നമുക്ക് ഇഷ്ടംപോലെ സബ്സ്ക്രിപ്ഷൻ ആഡ് ചെയ്യാൻ പറ്റും. സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുമ്പോൾ ഓരോ സംഭവങ്ങൾ ഉപയോഗിക്കുന്നതനുസരിച്ച് നമുക്ക് ക്യാഷ് ബാക്ക് കിട്ടുന്ന സബ്സ്ക്രിപ്ഷൻസ് ഉണ്ട്. അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഇതിൽ നമുക്ക് ഷോപ്പിംഗ് കാറ്റഗറിയിൽ വരുന്ന ഒരു കാറാണ് ആക്ച്വലി. പിന്നെ റിവാർഡ് ടൈപ്പ് വരുന്ന റിവാർഡ് പോയിന്റ്സ് ആണ്. വെൽക്കം ബെനിഫിറ്റ് ആയിട്ട് വലിയ സംഭവങ്ങളൊന്നും ഇല്ല. അതുപോലെ തന്നെ മൂവി ആൻഡ് ഡൈനിങ്ങിൽ വലിയ ഫീച്ചേഴ്സും സംഭവങ്ങളൊന്നും ഇല്ല കേട്ടോ. പിന്നെ നോർമൽ റിവാർഡ് പോയിന്റ് കാറ്റഗറി എന്ന് പറയുന്നത് 1% ക്യാഷ് ബാക്ക് ആണ്. നമുക്ക് എല്ലാ സ്പെൻഡിനും, അതായത് 200 രൂപയുടെ മുകളിലുള്ള എല്ലാ സ്പെൻഡിനും നമുക്ക് 1% ക്യാഷ് ബാക്ക് ആണ് കിട്ടുക. അല്ലെങ്കിൽ 8 റിവാർഡ് പോയിന്റ്സ് കിട്ടുക, അങ്ങനെയാണ് വരിക. പിന്നെ റിവാർഡ് റിഡംഷൻ എന്ന് പറയുന്നത് 1 റിവാർഡ് പോയിന്റ് എന്ന് പറയുന്നത് 0.25 പൈസയാണ്. അതുപോലെ തന്നെ നമുക്ക് കോംപ്ലിമെന്ററി ആയിട്ട് എയർപോർട്ട് ലോഞ്ചേഴ്സ് എല്ലാ ക്വാർട്ടറിലും കിട്ടുന്നുണ്ട്. 4 കോംപ്ലിമെന്ററി റൗണ്ട് ഓഫ് ഗോൾഫ് എവരി ഇയറും കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഇന്റർനാഷണൽ ലോഞ്ചേഴ്സ് നമുക്ക് അവൈലബിൾ ഉള്ള ഇൻഷുറൻസ് ബെനിഫിറ്റും ഇല്ല. പക്ഷേ 0 ലയബിലിറ്റി പ്രൊട്ടക്ഷൻ നമുക്ക് ഇതിൽ വരുന്നുണ്ട് കേട്ടോ. അതൊരു നല്ല കാര്യം തന്നെയാണ്. പിന്നെ സ്പെൻഡ് ബേസ്ഡ് വേവർ നമുക്ക് അങ്ങനെ ഒരു സംഭവം ഈ സാധനത്തിൽ കാർഡിൽ വന്നിട്ടില്ല. എന്ന് വെച്ചാൽ ഓരോരുത്തർക്കും എന്താ പറയുക സബ്സ്ക്രിപ്ഷൻ സംഭവങ്ങളൊക്കെ ആണല്ലോ. 1% ഫ്യൂൽ ചാർജ് വേവ് ഓഫ് നമുക്ക് വരുന്നുണ്ട്. ഇൻട്രസ്റ്റ് റേറ്റ് വരുന്നത് 3.5%. അതായത് നിങ്ങൾ ഡ്യൂ ഡേറ്റിന് കഴിഞ്ഞിട്ട് ബില്ലടക്കുകയാണെങ്കിൽ നമുക്ക് ഈ 3.5% ഇൻട്രസ്റ്റ് വരും കേട്ടോ. പിന്നെ ഫോറിൻ കറൻസി മാർക്കപ്പ് ചാർജ് വരുന്നത് 3.4%. റിവാർഡ് റിഡംഷൻ ഫീസായിട്ട് വലിയ സംഭവം ഒരു ചാർജും 0 ചാർജാണ്. എക്സ്ട്രാ ചാർജും കാര്യമൊന്നും കൊടുക്കേണ്ട റിവാർഡ് കൊടുക്കണമെങ്കിൽ. പിന്നെ ക്യാഷ് അഡ്വാൻസ് ചാർജ് ആയിട്ട് 2% അല്ലെങ്കിൽ മിനിമം 300 രൂപ. അതായത് നമ്മൾ ATM ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് അതിന് ചാർജ് ഉണ്ട്. നിങ്ങൾക്ക് അറിയായിരിക്കും, ഞാൻ ATM ക്രെഡിറ്റ് കാർഡ് തീരെ ATM ഉപയോഗിക്കാൻ റെക്കമെൻഡ് ചെയ്യില്ല. അറ്റ്ലീസ്റ്റ് ഇഫ് യു ഗെറ്റ് എനി എമർജൻസി അല്ലാണ്ട് ഒന്നിനും ഉപയോഗിക്കരുത് കേട്ടോ. ആഡ് ഓൺ കാർഡിന് എക്സ്ട്രാ ഫീസും സംഭവങ്ങളൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ പ്രോഡക്റ്റ് ഡീറ്റെയിൽസ് പറയുകയാണെങ്കിൽ നമുക്ക് ഫുള്ളി കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ക്രെഡിറ്റ് കാർഡാണ് ഈ BYOC ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുന്നത്. പിന്നെ കാർഡ് ഹോൾഡേഴ്സിന് നമുക്കൊരു ക്യാഷ് ബാക്കോ റിവാർഡ് പോയിന്റ് ആണോ വേണമെങ്കിൽ നമുക്ക് ചൂസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഞാൻ ആക്ച്വലി കൊടുത്തേക്കുന്നത് ക്യാഷ് ബാക്കിനുണ്ട്, അതായത് 1% ക്യാഷ് ബാക്ക് കിട്ടും. പിന്നെ ക്യാഷ് ബാക്ക് പ്ലാനും നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും, അതാണ് ഒരു ബെനിഫിറ്റ് വരുന്നത്. അപ്പോൾ ക്യാഷ് ബാക്ക് പ്ലാനിൻ്റെ കാര്യം പിന്നെ ഞാൻ പറഞ്ഞില്ല, നമുക്കൊരു മെറ്റൽ കാർഡ് സംഭവങ്ങളൊക്കെ ഉണ്ട്. മെറ്റൽ ക്രെഡിറ്റ് കാർഡ് വേണമെങ്കിൽ നമുക്ക് 3,500 നമുക്ക് കൊടുക്കണം. ഇക്കോ ഫ്രണ്ട്ലി കാർഡ് വേണമെങ്കിൽ നമുക്ക് 249 കൊടുക്കണം. ഇതെല്ലാം വൺ ടൈം ഫീസാണ് കേട്ടോ. പ്ലാസ്റ്റിക് കാർഡ് ആണെങ്കിൽ അഡീഷണൽ ചാർജ് സംഭവമൊന്നുമില്ല. പിന്നെ നമുക്ക് കാർഡിൽ നമ്മുടെ ഇമേജ്, നമുക്ക് ഇഷ്ടമുള്ള ഇമേജ് വേണമെന്നുണ്ടെങ്കിൽ 149 രൂപ കൊടുക്കണം കേട്ടോ എക്സ്ട്രാ. അയ്യോ, ഞാൻ കാർഡിന് ഇമേജ് സെലക്ട് ചെയ്ത് കൊടുത്തിട്ടുന്നുണ്ട്, അതിന് അതേ 149 രൂപ പോകുന്നുണ്ട്. എന്ന് വെച്ചാൽ വെറുതെ ചുമ്മാ ആവശ്യമില്ലാത്തപ്പോൾ ഇവിടെ ഇതൊക്കെ വെറുതെ അതിന് കാശ് കളയേണ്ട ആവശ്യമില്ലല്ലോ. അതിന് അതിൽ ചാർജ് കണ്ടില്ല. ഇനി നമുക്ക് നമ്മുടെ പേഴ്സണലൈസ് ഇമേജിന് മാത്രമാണ് 149 രൂപ ആണെങ്കിൽ കുഴപ്പമില്ല, അങ്ങനെ എൻ്റെ ചാർജ് പോവില്ല. അപ്പോൾ ഇതിന് ഞാൻ പറഞ്ഞല്ലോ സബ്സ്ക്രിപ്ഷൻസ് ഉണ്ട്. 3 ടൈപ്പ് പ്ലാൻസിൽ അവൈലബിൾ ആണ്: സിൽവർ, ഗോൾഡ്, പ്ലാറ്റിനം. സിൽവർ എന്ന് പറയുന്നത് നമ്പർ ഓഫ് മർച്ചൻസ് നമുക്ക് 2 മർച്ചൻസ് ഔട്ട് ഓഫ് 5 ആഡ് ചെയ്യാൻ പറ്റും. അതിന് നമുക്ക് പ്ലാൻ ഫീസ് വരുന്നത് 99 രൂപ പ്ലസ് GST ആണ്. അതായത് നമ്മുടെ ഈ മന്ത്ലി ചാർജ് ഉണ്ടല്ലോ, ആ ചാർജാണ് വരുന്നത്. ചാർജ് നമുക്ക് എക്സ്ട്രാ കൊടുക്കണം. അവൈലബിൾ മർച്ചൻസ് പറയുന്നത് സ്വിഗ്ഗി ഉണ്ട്, ഊബർ ഉണ്ട്, ഫാർമസി ഉണ്ട്, ബുക്ക് മൈ ഷോ, ബിഗ് മാസ്കറ്റ് ആണൊക്കെ ഇവരുടെ പാർട്ട്ണർ മർച്ചൻ്റായിട്ട് വരുന്നത് കേട്ടോ. നമുക്ക് ഏതെങ്കിലും ഓരോത്തിൽ ആഡ് ചെയ്യാൻ പറ്റും. അതായത് സിൽവറിൽ നമുക്ക് 2 മർച്ചൻ്റ് ആഡ് ചെയ്യാം. ഗോൾഡ് പ്ലാറ്റ്ഫോം ആണെങ്കിൽ നമുക്ക് 3 മർച്ചൻ്റ് ആഡ് ചെയ്യാം. അതിന് 149 രൂപ പ്ലസ് GST ആണ് ചാർജ് വരുന്നത്. പ്ലാറ്റിനം ആണെങ്കിൽ നമുക്ക് 5 മർച്ചൻ്റ് ആഡ് ചെയ്യാം. അതായത് ഇവരെ എല്ലാ മർച്ചൻ്റ് ആഡ് ചെയ്യാം. സ്വിഗ്ഗി, ഊബർ. അത് പക്ഷേ എനിക്ക് അതിലാകെ നല്ലത് സ്വിഗ്ഗിയും ബുക്ക് മൈ ഷോയും മാത്രം അത്യാവശ്യം നല്ലതായിട്ടുള്ളൂ. പിന്നെ നമുക്ക് ഈ സബ്സ്ക്രിപ്ഷൻ പ്ലാൻ നമുക്ക് എപ്പോൾ വേണമെങ്കിൽ മാറ്റാൻ പറ്റുള്ളൂ, അതാണ് ഒരു ബെനിഫിറ്റ് വരുന്നത്. റിവാർഡ് റിഡംഷൻ ഞാൻ പറഞ്ഞല്ലോ, ക്യാഷ് ബാക്ക് ഈസ് ഓട്ടോമാറ്റിക്കലി ക്രെഡിറ്റഡ് ടു ദ കാർഡ് ഹോൾഡേഴ്സ് അക്കൗണ്ട്. അപ്പോൾ അതിന് സ്പെഷ്യൽ ചാർജസ് സംഭവമൊന്നുമില്ല, അത് നല്ല പരിപാടിയാണ്. പിന്നെ അതിൻ്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ 21
21 ഏജ് ടു 60 ആണ്. നമുക്ക് മിനിമം സാലറി വരുന്നത് 25,000 പെർ മന്ത് ആണ്. പിന്നെ നമ്മൾ സെൽഫ് എംപ്ലോയ്ഡ് ആണെങ്കിൽ ITR 5 ലക്ഷം രൂപ വരുന്നത് കേട്ടോ. അപ്പോൾ അത്യാവശ്യം ക്രെഡിറ്റ് സ്കോറും വേണം. റെക്കമെൻഡ് ശരിക്കും 750 ആണ്, പക്ഷേ 720 ഉള്ളവർക്കൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ. ഡോക്യുമെന്റ് റിക്വയർഡ് വേണ്ടത് ഐഡന്റിറ്റി പ്രൂഫ് വേണം, അഡ്രസ് പ്രൂഫ് വേണം, ഇൻകം പ്രൂഫ് വേണം. എനിക്ക് ആക്ച്വലി ഇതൊന്നും വേണ്ടി വന്നില്ല, വേറെ കാര്യം ജസ്റ്റ് ഹൗസ് വെരിഫിക്കേഷൻ മാത്രം ഉണ്ടാകുന്നുള്ളൂ കേട്ടോ. വീഡിയോ KYC മാത്രം എനിക്ക് പോലും ഉണ്ടായിരുന്നില്ല. എന്ന് വെച്ചാൽ എനിക്ക് ഓൾറെഡി സെൻട്രൽ KYC രജിസ്റ്റർഡ് ആണ് എൻ്റെ പ്രൊഫൈൽ സംഭവങ്ങളൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊന്നും ആവശ്യം വന്നില്ല. എനിക്ക് ആക്ച്വലി അപ്രൂവൽ മെസ്സേജ് വരാൻ ഒരു 4 ദിവസം പിടിച്ചു. അത്ര ടോട്ടൽ ഒന്നും. അപ്പോൾ നമ്മൾ ഇനി കാർഡ് വന്നിട്ട് കാർഡിൻ്റെ ഡീറ്റെയിൽസ് ഫുള്ള് നമുക്ക് പറയാം. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെടുക ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. എന്തെങ്കിലും സംശയിക്കേണ്ട കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. നമ്മളെല്ലാം കമൻറ്റ് റിപ്ലൈ കൊടുക്കുന്നതാണ്. നമ്മുടെ രണ്ടാം ചാനൽ കാണാത്തവരെ കണ്ടു നോക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യാം കേട്ടോ. ഇൻസ്റ്റാഗ്രാം പേജിൽ ഫോളോ ചെയ്യാത്തവർ ഫോളോ ചെയ്യുക. ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് മെസ്സേജ് ഓപ്ഷൻ വരും, നിങ്ങൾക്ക് അതിന് മെസ്സേജ് ചെയ്യാം. അടുത്ത വീഡിയോ കാണാം.